കുട്ടികളെ ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ ആൽജിബ്ര എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലാട്ടോ നമ്മളിന്ന് പേജ് നമ്പർ 180. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് എനി 2-digit നമ്പർ ആൻഡ് ദ നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദ ഡിജിറ്റ്. എക്സ്പ്ലെയിൻ യൂസിങ് ആൽജിബ്ര വൈ ഓൾ സച്ച് സംസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 11. ഒരു 2-digit നമ്പർ എടുക്കുന്നു, അതിനെ തിരിച്ചിട്ട് എഴുതിയെടുക്കുന്നു, അത് രണ്ടും കൂടെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. അത് എല്ലാ കേസിനും ശരിയാണോ എന്ന് നമ്മൾ ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഒരു 2-digit നമ്പർ ഞാനിവിടെ എഴുതുന്നു 36, അല്ലെങ്കിൽ ഞാനൊരു 12 എന്നൊരു 2-digit നമ്പർ. 2 അക്കങ്ങളുള്ളവരെയാണ് നമ്മൾ 2-digit നമ്പർ എന്ന് പറയുന്നത്. പ്രോബ്ലത്തിൽ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇതിനെ റിവേഴ്സ് ആക്കുക എന്ന് വെച്ചാൽ തിരിച്ചിടുക, അതായത് 63. അത് രണ്ടും കൂടെ ആഡ് ചെയ്തു, 6 3 9, 6 3 9. ഇനി ഇത് ഒരു 2-digit നമ്പറാണല്ലോ 12. ഇതിന് ഞാൻ തിരിച്ചിടുമ്പോൾ എന്തായി? 21. 2 കൂട്ടി 2 1 3, 2 1 3. ഈ നമ്പർ എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലേ? കണ്ടിട്ട് തോന്നുന്നില്ലേ? സോ 11 × 9 ആണ് 99, 11 × 3 ആണ് 33. വേറെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഒരെണ്ണം കൂടെ എടുത്ത് നോക്കി. ഒരു 67, 76, 6 7 13, റിമൈൻഡർ 1, 6 7 13 1 14. ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ? നോക്കാം. 143 ഡിവൈഡഡ് ബൈ 11. 11 × 1 11, റിമൈൻഡർ 3, 33ൽ 3 ടൈംസ്. അപ്പം റിമൈൻഡർ 0 വന്നാൽ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണല്ലോ. സോ ഇതെല്ലാം 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി ഇത് ജനറൽ കേസിൽ എങ്ങനെ പറയും എന്ന് നോക്കാം. അപ്പോൾ ആൽജിബ്രൈക് ഫോമിൽ ജനറൽ കേസിൽ എഴുതുമ്പോൾ ഒരു 2-digit ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോകാമേ. ഇപ്പോൾ ഒരു 23 എന്ന നമ്പർ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ടുണ്ടല്ലേ. അതായത് 2 × 10 + 3 × 1 എന്നാണല്ലോ യഥാർത്ഥത്തിൽ. ഇത് 2 × 10 20 + 3 × 1 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 23 എന്ന ക്വസ്റ്റ്യൻ തന്നെ കിട്ടുന്നു. അപ്പോൾ ജനറലി നമ്മുടെ ഈ ഒരു ഇക്വേഷന് നമ്മൾ XY എന്ന് കൊടുത്താലല്ലേ ഇത് ആൽജിബ്രിക് ഫോം ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ആൽജിബ്രിക് ഫോമിൽ എഴുതുമ്പോൾ ഒരു നമ്പർ XY എന്നുള്ളതാണ്. ഫോർ ഫസ്റ്റ് നമ്പർ വൺസ് ടെൻസിലെ നമ്പർ 2 × 10 + 1 × 2 × ഇവിടുന്ന് 2 വന്നേ, സോറി, ഞാൻ മറ്റേ പ്രോബ്ലം ഓർത്ത് ചെയ്തതാണ്. എന്താണ് 10 × X + എന്ത് പറയാം 1 × Y എന്ന് പറയാമല്ലോ, ശരിയല്ലേ? ടെൻസ് പ്ലേസിലെയും വൺസ് പ്ലേസിലെയും. അപ്പോൾ 10 × X 10X + Y. അപ്പോൾ ഇതാണ് ഒരു 2-digit നമ്പറിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ. ആൽജിബ്രിക് എക്സ്പ്രഷൻ മീൻസ് ജനറൽ ഫോം. ഇതിലേത് നമ്പറിന് നമുക്ക് ആ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? ഇതുപോലെ 2-digit നമ്പർ കിട്ടും. കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോയേക്കാം. ഒരു 3-digit നമ്പറിൻ്റെ ഫോർമാറ്റ് അപ്പോൾ എങ്ങനെ ആയിരിക്കും ഒന്ന് നോക്കിയേക്കാം. ഒരു 165 എന്നുള്ള നമ്പർ 1 × 100 + 6 × 10 + 5 × 1 എന്നാണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പം XY Z എന്നൊരു 3-digit നമ്പർ ആണെങ്കിൽ 100 × X + 10 × Y + 1 × Z. സോ 100 × Xനെ 100X + 10Y + Z. ഇതായിരിക്കും ഒരു 3-digit നമ്പറിൻ്റെ ജനറൽ ഫോർമാറ്റ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒരു നമ്പർ എഴുതാം. ഒരു 27, അതിനെ ഞാൻ റിവേഴ്സ് എടുത്തെഴുതി 72. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 99 ആണ്. അപ്പോൾ നമ്മൾ 2-digit നമ്പറിൻ്റെ ഫോർമാറ്റ് എഴുതി എന്താ? 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 10X + Y ആണല്ലോ. 10 × X + Y. അത് ഈ 2-digit നമ്പർ എഴുതി. ഞാൻ അതിൻ്റെ റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുക്കുമ്പോൾ റിവേഴ്സിങ് ദ ഡിജിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10Y + X. അതിൻ്റെ സം കണ്ടുപിടിക്കുക. സം ഈസ് ഈക്വൽ ടു 10X + Y കൂടി എന്താ ആഡ് ചെയ്യണം? 10Y + X. അപ്പോൾ ലൈക്ക് ടേംസ് തമ്മിലേ ആഡ് ചെയ്യാവുള്ളൂ, അത് ഓർത്തോണം. അതായത് നമ്മൾ കൂട്ടുന്നത് പോലെ ടീച്ചർ ഒന്ന് എഴുതിയേക്കാം. അതായത് 10X + Y കൂടി ആരെ ആഡ് ചെയ്യണം?
10y. അപ്പോൾ വൈയുടെ നേരെ 10y എഴുതുക, എക്സിൻ്റെ നേരെ എക്സ് എഴുതുക, കൂട്ടുക. 10x-ഉം 1x-ഉം 11x പ്ലസ് 10y-യും 1y-യും 11y. രണ്ടിനും 11 കോമൺ ആണല്ലോ, അപ്പം നമുക്ക് 11 പുറത്തെടുത്ത് എഴുതാം. നിങ്ങൾ 5ാം ക്ലാസ്സിൽ അത് പഠിച്ചിട്ടില്ല കേട്ടോ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒക്കെ മറന്നുപോയി ഇരിക്കുമായിരിക്കും. അതൊക്കെ പൊടി തട്ടി എടുത്തോണം കേട്ടോ. അപ്പം ഇതെന്താണ്? ദിസ് ഈസ് 11 ടൈംസ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ? സോ ദാറ്റ് ഈസ് എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് 11 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സും വൈയും കൂടെ കൂട്ടുന്നതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദെൻ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ 2-digit നമ്പർ സബ്ട്രാക്ട് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഓൾ സച്ച് ഡിഫറൻസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഒരു 2-digit നമ്പർ നമ്മൾ എഴുതുന്നു, ദെൻ ആ ഡിജിറ്റുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ആ നമ്പറിൽ നിന്നും ആ സമ്മ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണ് എന്നത് ആൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാനൊരു 2-digit നമ്പർ ഇവിടെ എഴുതുകയാണ്, 25. എന്നിട്ട് 25ൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ഞാൻ ആഡ് ചെയ്തു. 25ൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് വരും? 2 + 5 എന്ന് പറയുന്ന നമ്പർ 7ആണ്. ആ 7 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഡിജിറ്റിൽ നിന്നും അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9. ശരിയല്ലേ? വേറെ ഒന്നും എഴുതി നോക്കാം. ഒരു 36 എഴുതാം. 36ൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടാം. 3 6 എത്ര? 9. 36ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാണ്? 27 ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 9. വേറൊരെണ്ണം എഴുതിക്കോ. 53 എഴുതാം. 53ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? 5ഉം 3ഉം കൂട്ടിയ നമ്പറായ 8. 53ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 13ൽ നിന്ന് 8 കുറച്ചാൽ 45. സോ 45 ഈസ് ഓൾസോ ദ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പം ജനറലി നമ്മൾ ജനറൽ കേസിലേക്ക് പോവാണ്. ഒരു 2-digit നമ്പറിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10x + y ആണ് ജനറൽ ഫോർമാറ്റ് ഓഫ് എ 2-digit നമ്പർ. ദെൻ സം ഓഫ് ദ ഡിജിറ്റ് എന്താ? x + y. സം ഓഫ് ദ ഡിജിറ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞു. മൈനസ് ചെയ്യുന്നു. ഇനി മൈനസ് ചെയ്യാനായിട്ട് എളുപ്പമാർഗ്ഗം എന്താണ് ഞാൻ പറഞ്ഞത്? നേരെ എഴുതി മൈനസ് ചെയ്യുക. അതായത് എങ്ങനെ നമ്മൾ സാധാരണ മൈനസ് ചെയ്യാൻ എഴുതുന്ന പോലെ 10x + yയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? x + yയിൽ. അപ്പോൾ എക്സ് നേരെ താഴെ എഴുതുക, y ഇതിൻ്റെയും താഴെ എഴുതുക. മൈനസ് ചെയ്തു. 10x - 1x എന്ന് വെച്ചാൽ 9x. ഇത് y - y എന്താ? 0. സോ എന്താണ്? ആ ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടിയില്ലേ? സോ ഹിയർ 9x ഹിയർ 9x ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ, ഇത്രേ ഉള്ളൂ. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രൈക്ക് ഫോം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ്. എല്ലാ 3-digit നമ്പേഴ്സിൻ്റെയും ആൾജിബ്രൈക്ക് ഫോം എന്താണെന്ന് നോക്കാം. Take any 3-digit number and number got by reversing its digits, subtract the smaller from the larger. Explain using algebra why all such differences are multiples of 99. ഒരു 3-digit നമ്പർ നമ്മൾ എഴുതുന്നു, അത് ആ കിട്ടുന്ന നമ്പറിൻ്റെ റിവേഴ്സ് ഓർഡർ എഴുതുന്നു, അവ തമ്മിൽ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 99 എന്ന് പ്രൂവ് ചെയ്യണം വിത്ത് ആൾജിബ്ര. തേർഡ് ക്വസ്റ്റ്യൻ, ഫ്രം എ 3-digit നമ്പർ സബ്ട്രാക്ട് ദ സം ഓഫ് ദ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സൊക്കെ തന്നെ. From a 3-digit number, subtract the sum of the digit. Explain using algebra why all such differences are multiples of 9. എന്താണ്? നമ്പർ 3-digit നമ്പർ എഴുതുന്നു, ഡിജിറ്റുകളുടെ സമ്മ് കണ്ടുപിടിക്കുന്നു. ആ സമ്മല്ല ആ കണ്ടുപിടിച്ച സം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കാം. ജനറൽ ഓപ്ഷൻ എ എന്താണ്? ജനറൽ ഫോം ഓഫ് എ 3-digit നമ്പർ എന്താണ്? 100x + 10y + z. ഓപ്ഷൻ ബി. ജനറൽ ഫോം ഓഫ് എ 3-digit നമ്പർ 100x + 10y + z. അതിന് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ
ഇസഡ് ഇങ്ങേറ്റം വരും, എക്സ് അങ്ങേറ്റം പോവും അല്ലേ. സോ 100 ഇസഡ് പ്ലസ് 10y പ്ലസ് എക്സ് എന്ന് വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും കൂടി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം നമുക്ക്. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, ഡിഫറൻസ് ചെയ്താൽ നേരം പറഞ്ഞ പോലെ ലൈക്ക് ടേംസുകൾ തമ്മിൽ വേണം മൈനസ് ചെയ്യാൻ കേട്ടോ, ശ്രദ്ധിച്ചോണം. മൈനസ് ചെയ്യാൻ പോകും 100x പ്ലസ് 10y പ്ലസ് ഇസഡിൽ നിന്നും മൈനസ് ചെയ്യണം. ആരെ, ഈ ടേമിനകത്ത് എക്സ് ആദ്യം എഴുതുക, ഇവിടെ എഴുതുക, ഇവിടെ 10y എഴുതുക, ഇവിടെ 100z എഴുതുക. മൈനസ് ചെയ്യുന്ന ലൈക്ക് ടൈംസ് ഒരേപോലെ എഴുതി മൈനസ് ചെയ്യാൻ ശ്രമിക്കണേ. ഇത് ഡയറക്റ്റായിട്ട് മൈനസ് ചെയ്യാനൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഞാൻ വേഗം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 100xൽ നിന്ന് 1x കുറച്ചാൽ 99x, 10yയിൽ നിന്ന് 10y മൈനസ് ചെയ്താൽ 0 ആയിപ്പോവും. ഇസഡ് മൈനസ് 100, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിൽ കുറയ്ക്കുമ്പോൾ സംഖ്യ അത് തന്നെ വരും, പക്ഷേ മൈനസ് ഇട്ടോണേ. മൈനസിൻ്റെ കേസും നിങ്ങൾ 8ൽ പഠിക്കും കേട്ടോ. അപ്പം ആൻസർ വന്നത് എന്താ, 99x മൈനസ് 99z. രണ്ടിൽ 99 കോമൺ അല്ലേ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 99 കോമൺ എടുത്താൽ 99 ഇൻറ്റു എക്സ് മൈനസ് ഇസഡ്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ്, അതെന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 99 ആണ്. ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 99ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, നമ്മളൊരു 3 ഡിജിറ്റ് നമ്പർ എഴുതുന്നു. 3 ഡിജിറ്റ് നമ്പർ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാം ആദ്യം. ഒരു 3 ഡിജിറ്റ് നമ്പർ ഒരു 128, ഇതാണ് 3 ഡിജിറ്റ് നമ്പർ. ഇത് സം ഓഫ് ദ ഡിജിറ്റ് എടുക്കുക. 1 + 2 + 8, 8 2 10, 1 11. അതെന്ത് ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 8ൽ നിന്ന് 1 കുറച്ചാൽ 7, 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 117. 117 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണോ നോക്കാം. 117നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 2s 1 2s ഇതൊക്കെ ആയിരുന്നു. 9നകത്ത് 11നകത്ത് 9, 1 times 1 9s are 9. 27നകത്ത് 3 times 9 3s are 27. സോ 13 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് അല്ലേ. റിമൈൻഡർ 0 വന്നുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ്. അപ്പം ഒരു 3 ഡിജിറ്റ് നമ്പറിനെ അതിൻ്റെ ഡിജിറ്റുകളുടെ സമ്മ് കൊണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 3 ഡിജിറ്റ് നമ്പർ എഴുതി. 3 ഡിജിറ്റ് നമ്പർ 100x പ്ലസ് 10y പ്ലസ് ഇസഡ് ആണല്ലോ. സം ഓഫ് ദ ഡിജിറ്റ് എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഈ ഒരു സം ഓഫ് ദ ഡിജിറ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എക്സിൻ്റെ താഴെ എക്സ് എഴുതി, പ്ലസ് വൈ പ്ലസ് ഇസഡ് ഞാൻ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പം 100xൽ നിന്നും എക്സ് കുറച്ചാൽ 99x, 10yയിൽ നിന്ന് y മൈനസ് ചെയ്താൽ 9y. ഇത് 0 ആയിപ്പോയി. രണ്ടിലും ആര് കോമൺ ഉണ്ട്, രണ്ടിലും 99നെ 11 × 9 ആണല്ലോ, അപ്പോൾ 9 കോമൺ ആണ്. ബാക്കി 11x പ്ലസ് y എന്ന് വരും. ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 9. ഒരു 3 ഡിജിറ്റ് നമ്പറിൽ നിന്നും അതിൻ്റെ ഡിജിറ്റുകളുടെ സമ്മ് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9 എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ.